സുഹൃത്തുക്കളെ, വർത്തമാനകാല യുദ്ധം സംഘടിതമായ അതിക്രമങ്ങളുടെ ദീർഘചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും രക്തത്തിൻ്റെ മഷി ഉപയോഗിച്ച് രചിച്ച മറ്റൊരു ഭീകര നോവൽ എന്ന് വിളിക്കാം. ഇന്ന് ഇറാൻ വീണ്ടും ഒരു ജിയോ പൊളിറ്റിക്കൽ ചുഴലിക്കാറ്റിൻ്റെ കേന്ദ്രബിന്ദുവിലാണ്. അമേരിക്കയും ഇസ്രയേലും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങളാൽ ഉരുത്തിരിഞ്ഞ സംഘർഷം ഒറ്റപ്പെട്ട പൊട്ടിത്തെറിയല്ല. അത് പതിറ്റാണ്ടുകളായുള്ള അവിശ്വാസത്തിൻ്റെയും തെറ്റായ കണക്കുകൂട്ടലുകളുടെയും രഹസ്യ യുദ്ധങ്ങളുടെയും ആശയപരമായ കാഠിന്യത്തിൻ്റെയും പര്യവസാനമാണ്. ഈ ഘട്ടത്തെ ഏറ്റവും അപകടകരമാക്കുന്നത് വെറും വെടിവെപ്പുകളുടെ കൈമാറ്റമല്ല, സംഘർഷം നിയന്ത്രിച്ചിരുന്ന സുരക്ഷാ മതിലുകളുടെ തകർച്ചയാണ്. നയതന്ത്ര ചട്ടക്കൂടുകൾ പൊളിച്ചെറിഞ്ഞിരിക്കുന്നു, രഹസ്യ ആശയവിനിമയ ചാനലുകൾ ക്ഷയിച്ചിരിക്കുന്നു, രാജ്യാധിപത്യത്തിൻ്റെ അവകാശം വരെ ചർച്ചാ വിഷയമാകുന്നു. അമേരിക്ക ഇറാൻ വൈരത്തിന് തുടക്കം മതപുരോഹിതന്മാരിലോ ആണവ സെൻട്രഫ്യൂജുകളിലോ ആയിരുന്നില്ല. 1940-50 കാലഘട്ടത്തിൽ വാഷിങ്ടണും ടെഹ്റാനും തമ്മിൽ സൂക്ഷ്മമായെങ്കിലും പ്രവർത്തനക്ഷമമായ ബന്ധം നിലനിന്നിരുന്നു. 1951 പ്രധാനമന്ത്രി മുഹമ്മദ് മൊസാദക് ആംഗ്ലോ ഇറാനിയൻ ഓയിൽ കമ്പനിയെ ദേശീയവൽക്കരിച്ചു. ഇറാന്റെ വിഭവങ്ങളിൽ രാജ്യത്തിൻ്റെ സ്വാധീനം പ്രഖ്യാപിച്ചു. 1953 CIA-യും MI6 പിന്തുണച്ച ഓപ്പറേഷൻ അജാക്സ് വഴി മൊസാദക്കിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ഷാഹിനെ തിരിച്ചു കൊണ്ടുവന്നു. ഈ ഇടപെടൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് കുറച്ചു കാലത്തേക്ക് എണ്ണയിലെ പ്രവേശനം ഉറപ്പാക്കിയെങ്കിലും ഇറാന്റെ രാഷ്ട്രീയ ബോധത്തിൽ ദീർഘകാല മുറിവ് പതിപ്പിച്ചു. അമേരിക്കൻ പിന്തുണയോടെ ആയുധശക്തി ആർജിച്ച ഷാഹിന്റെ ഭരണകാലം സാമ്പത്തിക മേഖലയിൽ ചില നവീകരണങ്ങൾ നടപ്പിലാക്കിയെങ്കിലും സവാക് എന്ന രഹസ്യ സുരക്ഷാ സംവിധാനത്തിലൂടെ രാഷ്ട്രീയ പ്രതിപക്ഷത്തെ ക്രൂരമായി അടിച്ചമർത്തി. ഈ അസന്തോഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം 1979 ഇസ്ലാമിക വിപ്ലവമായി പൊട്ടിത്തെറിച്ചു. അയത്തുള്ള ഖൊമൈനിയുടെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവത്തിന് ശേഷം ടെഹ്റാനിലെ അമേരിക്കൻ എംബസിയിൽ 52 അമേരിക്കൻ നയതന്ത്രജ്ഞരെ 444 ദിവസം തടവിലാക്കി. തുടർന്ന് നയതന്ത്ര ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഇന്ന് വരെ അത് പുനഃസ്ഥാപിച്ചിട്ടില്ല. പരസ്പര വിരോധമായി. ഐസൻഹോവറുടെ ആറ്റംസ് ഫോർ പീസ് പദ്ധതിയുടെ ഭാഗമായി അമേരിക്ക തന്നെ ഒരിക്കൽ ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിക്ക് പിന്തുണ നൽകിയിരുന്നു. എന്നാൽ 2000കളുടെ തുടക്കത്തിൽ ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചതോടെ സംശയങ്ങൾ വർദ്ധിച്ചു. ഇറാൻ തൻ്റെ പദ്ധതി സമാധാനപരമാണെന്നും ആണവ വ്യാപന നിരോധന ഉടമ്പടിയുടെ പരിധിയിലാണെന്നും ആവർത്തിച്ചു. എന്നിരുന്നാലും വർഷങ്ങളായി കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ നടപ്പിലാക്കി. ബാങ്കിങ്, കപ്പൽ ഗതാഗതം, എണ്ണ കയറ്റുമതി തുടങ്ങിയ മേഖലകൾ ലക്ഷ്യമാക്കി. ബാരക് ഒബാമയുടെ ഭരണകാലത്ത് നയതന്ത്ര ശ്രമങ്ങൾ ശക്തമായി. 2015 ഇറാനും P5+1 രാജ്യങ്ങളും ചേർന്ന് സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതി ഒപ്പുവെച്ചു. യുറേനിയൻ സമ്പുഷ്ടീകരണത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സെൻട്രിഫ്യൂജുകളുടെ എണ്ണം കുറച്ചു. അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ കർശന പരിശോധനയ്ക്ക് വഴിയൊരുക്കി. പകരമായി ഉപരോധങ്ങളിൽ ഇളവ് ലഭിച്ചു. ഈ കരാർ ഇറാന്റെ ബ്രേക്കൌട്ട് സമയം 1 വർഷത്തിലേറെ നീട്ടിയതായി നിരീക്ഷകർ സ്ഥിരീകരിച്ചു. എന്നാൽ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സംശയപരമായ നിലപാട് തുടർന്നു. സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതി ഇറാന്റെ ആണവശേഷിയെ താൽക്കാലികമായി മാത്രം വൈകിപ്പിക്കുന്നതാണെന്നും അതിൻ്റെ പ്രാദേശിക സ്വാധീനത്തെ നിയന്ത്രിക്കുന്നില്ലെന്നും അവർ വാദിച്ചു. 2015 ട്രംപ് സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതിയിൽ നിന്ന് അമേരിക്കയെ ഏകപക്ഷീയമായി പിൻവലിച്ചു. പരമാവധി സമ്മർദ്ദം എന്ന പേരിൽ കടുത്ത ഉപരോധങ്ങൾ പുനഃസ്ഥാപിച്ചു. ഇതോടെ യൂറോപ്യൻ സഖ്യരാജ്യങ്ങളുമായുള്ള ഏകോപനം തകർന്നു. ഇറാനിലെ മിതവാദ ശബ്ദങ്ങൾ ദുർബലമായി. ഇതോടൊപ്പം ഒരു നിഴൽ യുദ്ധവും നടന്നു. സ്റ്റക്നെറ്റ് പോലുള്ള സൈബർ ആക്രമണങ്ങളും ആണവ ശാസ്ത്രജ്ഞരുടെ ലക്ഷ്യബന്ധ വധങ്ങളും ഉൾപ്പെടെ ഇറാന്റെ ആണവ പദ്ധതിയെ വൈകിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചു. ഇറാൻ ഇറാഖ്, സിറിയ, ലെബനൻ, യമൻ എന്നിവിടങ്ങളിൽ പ്രോക്സി ശൃംഖലകൾ വളർത്തി. 2020 ജനറൽ ഖാസിം സൊലൈമാനിയെ അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിൽ കൊന്നത് അത്ഭുതപൂർവമായ ഉയർച്ചയായിരുന്നു. ഇന്നത്തെ ആക്രമണം ഗുണപരമായ മാറ്റം സൂചിപ്പിക്കുന്നു. യുദ്ധപ്രഖ്യാപനമില്ലാതെ ഒരു രാഷ്ട്രത്തലവനെ ലക്ഷ്യമിടുന്ന വധശ്രമം ഐക്യരാഷ്ട്ര സഭാ ചട്ട പ്രമാണത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ ചോദ്യം ചെയ്യും. മുൻകൂട്ടി തടയൽ എന്ന പേരിൽ നിയമപരവും നൈതികവുമായ അടിസ്ഥാനങ്ങൾ ക്ഷയിക്കുന്നു. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഇടപെടലുകളുടെ ദീർഘചരിത്രം ഇതിനെ കൂടുതൽ സങ്കീർണമാക്കുന്നു. സുരക്ഷാ ഉറപ്പുകൾ, സൈനിക ഇടപെടലുകൾ, ഭരണകൂട മാറ്റ പരീക്ഷണങ്ങൾ ഇവ പലപ്പോഴും അസ്ഥിരതയാണ് സൃഷ്ടിച്ചത്. ഇന്ത്യയുടെ ഏകദേശം 90% ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും ഹോർമുസ് കടലിലൂടെ കടന്നുപോകുന്നു. ചെറിയ തടസ്സം പോലും ആഭ്യന്തര ഇന്ധനവില ഉയർത്തും. ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധങ്ങൾക്കിടയിൽ ഊർജ്ജ സുരക്ഷ പ്രധാന വിഷയമാകും. ന്യൂഡൽഹിയുടെ നയതന്ത്ര നിലപാട് സൂക്ഷ്മമാണ്. ഇന്ത്യ ഇസ്രായേലുമായി പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇറാനുമായി ചാബഹാർ തുറമുഖം പോലുള്ള പദ്ധതികൾ വഴി ബന്ധം പുലർത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജെറുസലേം സന്ദർശനങ്ങൾ തന്ത്രപരമായ അടുപ്പം സൂചിപ്പിക്കുന്നു. എന്നാൽ ഗാസ വിഷയത്തിൽ ഇന്ത്യ പലവട്ടം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട്. ചൈനയും റഷ്യയും തങ്ങളുടെ തന്ത്രപരമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നു. ചൈന ഇറാനെ ദീർഘകാല പങ്കാളിയായി കാണുന്നു. റഷ്യ
അമേരിക്കൻ ആധിപത്യത്തെ വെല്ലുവിളിക്കാൻ ഈ പ്രതിസന്ധിയെ ഉപയോഗിച്ചേക്കാം. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയവും സങ്കീർണമാണ്. അടുത്തിടെ വധിക്കപ്പെട്ട സുപ്രീം ലീഡർ അലി ഖമേനി മതാധിപത്യവും റിപ്പബ്ലിക്കൻ സ്ഥാപനങ്ങളും ചേർന്ന് ഒരു സംവിധാനത്തിന് മേൽനോട്ടം വഹിച്ചു. പുറത്തുനിന്നുള്ള ആക്രമണം ദേശീയതാഭിമാനം ശക്തിപ്പെടുത്താം. നിയമാധിഷ്ഠിത അന്താരാഷ്ട്രക്രമം ക്ഷയിക്കുന്നു. പ്രതിരോധപരമായ ആക്രമണങ്ങൾ പതിവാകുന്നുവെങ്കിൽ ആക്രമണ നിരോധനത്വം ദുർബലമാകും. ഈ യുദ്ധത്തിൽ നിർണായക വിജയം ആരും നേടില്ല. ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ കൊണ്ട് ഇറാന്റെ സാങ്കേതിക അറിവ് നശിപ്പിക്കാനാവില്ല. അമേരിക്കയ്ക്ക് ദീർഘകാല അധിനിവേശമില്ലാതെ ഇറാന്റെ രാഷ്ട്രീയ സംവിധാനത്തെ പുനർനിർമ്മിക്കാൻ കഴിയില്ല. ഇന്ത്യക്കും ഗ്ലോബൽ സൗത്തിനും വേണ്ടത് നയതന്ത്രത്തിനുള്ള ഇടം പുനർജീവിപ്പിക്കലാണ്. സ്ഥിരത ബോംബുകളിലൂടെ സൃഷ്ടിക്കാനാവില്ല. ബഹുപക്ഷ ചർച്ചകൾക്ക് പ്രാധാന്യം തിരികെ നൽകണം. ലോകം വിധിയാലല്ല തീരുമാനങ്ങളാൽ രൂപപ്പെടുന്ന ഒരു അതിരിൽ നിൽക്കുകയാണ്. തൽക്ഷണ രാഷ്ട്രീയ ലാഭം സന്തോഷം നൽകാം, പക്ഷെ അത് ഭാവിയിൽ സ്ഥിരമായ ഒരു സുരക്ഷിതമില്ലായ്മയ്ക്ക് നേതൃത്വം നൽകാം. രക്തത്തിൻ്റെ മഷിയിൽ എഴുതിയ കരാറുകൾ സ്ഥിരത സൃഷ്ടിക്കില്ല എന്ന് നാം ഓർക്കണം. യുദ്ധം ആരും ജയിക്കുന്നില്ല, ആരും തോൽക്കുന്നുമില്ല.